എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈ വിവാഹം അതും ഈ പറഞ്ഞ പോലെ ഓരോത്തിനും ഓരോ സമയം ഉണ്ടല്ലോ അങ്കിൾ എന്ന് പറയുന്നത്. ആ സമയം എനിക്ക് വന്നത് അന്നാണ്. തീർച്ചയായിട്ടും കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രണയവിവാഹം എന്ന് പറയാൻ പറ്റില്ല, ലവ് മാരേജ് അല്ല ബേസിക്കലി. എന്നാൽ ലവ് കം അറേഞ്ച്ഡ് ആണ്. നമ്മളൊരു വീട്ടിൽ വെച്ച് ഞാൻ എൻ്റെ വൈഫിനെ കാണുന്നു, അതിനുശേഷം നമ്മൾ ചാറ്റ് ചെയ്ത് തുടങ്ങുന്നു. വളരെ ഫ്രണ്ട്ലി ടോക്സ് മാത്രം. ഞാൻ ഭയങ്കര ടെൻഷനോടുകൂടി ഞാൻ ചെന്ന് പ്രസന്റ് ചെയ്തപ്പോ മറ്റേ പുള്ളിക്കാരിയുടെ അച്ഛൻ, അമ്മാവൻ, അമ്മായി, അമ്മായിയുടെ ചേട്ടൻ, അമ്മായിയുടെ അനിയത്തിയുടെ ഭർത്ത, ആ ലിസ്റ്റ് ഫുൾ അച്ഛൻ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പം അവർക്ക് അറിയാവുന്ന ഫാമിലിയാണ്. അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു വൈബ് അവിടെ ക്രിയേറ്റഡ് ആയി. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് വീട്ടിൽ സംസാരിക്കാം, എന്താണോ നമ്മുടെ പാരൻസ് പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ടിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്. അപ്പൊ പിന്നെ അവിടെ നിന്നും ദൈവാനുഗ്രഹിച്ച് കിട്ടി. അങ്ങനെ സംഭവിച്ചു കല്യാണം. ഇപ്പൊ ഞങ്ങക്ക് അങ്കിളിന് അറിയാലോ, ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ കുഞ്ഞാണ്. ഞാൻ കാണാറുണ്ട്, കാരണം പിന്നെ ഈ ഇൻസ്റ്റയിലൊക്കെ ഈ കോവിഡ് സമയത്തായിരുന്നപ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ കളിപ്പിക്കുന്ന പാട്ടൊക്കെ പാടുന്നതൊക്കെ കേട്ടായിരുന്നു. കാരണം ഉറക്കാൻ വേണ്ടി പാട്ട് പാടുന്നു, അങ്ങനെ ഒരുപാട് കണ്ടായിരുന്നു ഞാൻ. ഐ വാസ് ഫോളോയിങ് യു. അപ്പൊ ബാലു, മകന്റെ പേര് അവ്യുക്ത്. അവ്യുക്ത്, അച്ചു എന്ന് വിളിക്കും. അച്ചു. ഈ അവ്യുക്തം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? കൃഷ്ണന്റെ പര്യായമാണ്. സംതിങ് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പേര് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ, ഇപ്പൊ പിന്നെ എല്ലാം പറയുന്ന ഫോണിനകത്താണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഗൂഗിൾ വഴി. അങ്ങനെ ഞങ്ങള് പാറു കുറെ പേരുകൾ സെലക്ട് ചെയ്തു, ഞാനും കുറെ പേര് സെലക്ട് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു പേര് സെലക്ട് ചെയ്തിരുന്നു. എന്നിട്ടും മറ്റേ ഡിസ്ലി അങ്ങനെ പേരൊരിക്കലേ ഇടാൻ പറ്റൂ, മാറ്റാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ചിന്തിച്ചിട്ട് അവസാനം പങ്കെടുത്ത് പൂട്ടിയ പോലെ എടുത്തങ്ങ് പൂട്ടിയതാ. അവ്യുക്ത് നല്ല പേരാണ്. അപ്പൊ ഈ അവ്യുക്തിന് വേണ്ടി ഒരു താരാട്ട് പാട്ട്. തീർച്ചയായിട്ടും. താരാട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ ചില്ലയെ കുറിച്ച് പറഞ്ഞ പോലെ ഞാൻ അമ്മ മാനസം എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം ചെയ്തിരുന്നു. ധർമ്മജൻ ബോൾഗാട്ടി അത് പ്രൊഡ്യൂസ് ചെയ്ത്, ലേന ചേച്ചി അഭിനയിച്ച്, ഹരി പി നായർ എഴുതി ഡയറക്ട് ചെയ്ത്, സുജാത ചേച്ചി എനിക്ക് വേണ്ടി പാടിയൊരു താരാട്ട് പാട്ടുണ്ട്. അത് ഞാനെന്നാ പാടാം. കുഞ്ഞിക്കാലടി ഒച്ച കേൾക്കുമ്പോൾ ഉള്ളം തുള്ളി തുളുമ്പുന്നു. കുഞ്ഞിക്കാലടി ഒച്ച കേൾക്കുമ്പോൾ ഉള്ളം തുള്ളി തുളുമ്പുന്നു. അമ്മ മാനസമെന്നും പാടുന്നു ഉണ്ണി നിന്നെ ഉറക്കുവാൻ, പൊന്നുണ്ണി നിന്നെ ഉറക്കുവാൻ. അമ്മ മാനസമെന്നും പാടുന്നു ഉണ്ണി നിന്നെ ഉറക്കുവാൻ, പൊന്നുണ്ണി നിന്നെ ഉറക്കുവാൻ. കുഞ്ഞിക്കാലടി ഒച്ച കേൾക്കുമ്പോൾ ഉള്ളം തുള്ളി തുളുമ്പുന്നു. എന്തായാലും ബാലു ഒരു സംഭവമാണ് അല്ലേ അനുവേ? ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും കുറെ സ്റ്റഫ് കയ്യിലുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് അവസരങ്ങൾ വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം കുട്ടിക്കാലം തൊട്ട് കാണുന്ന, അത് എൻ്റെ മകനാണെന്ന് തന്നെ പറയാം, ആ ഒരു സ്ഥാനമാണ്. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ വന്നു ചേരട്ടെ. കാരണം ഒരുപാട് ഇപ്പോൾ പാടിയ പാട്ടുകളെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള പാട്ടുകളാണ്. അതിനോടൊപ്പം നമുക്ക് അത്ര എന്താണ് സാധാരണ എല്ലാവർക്കും എളുപ്പം പാടി പോവാൻ പറ്റുന്ന ഒരു രീതിയല്ല. അപ്പം കുറച്ച് ഗാംഭീര്യമുള്ള പാട്ടുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബാലഗോപാൽ. ഇതെന്റെ ഒരു അവാർഡാണ്. അതെനിക്ക് ഞാൻ ഇവിടെ സൂക്ഷിക്കുന്നു. പാർവതി, ഇന്നലത്തെ എപ്പിസോഡിൽ ബാലു കുറേ പാട്ടുകളൊക്കെ പാടി. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് അറേഞ്ച്ഡ് ആണ്, എന്നാൽ ലവ് മാരേജും അല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഏതാണ് അതിന്റെ സത്യം? ആള് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ആള് ഭയങ്കര സത്യസന്ധനാണ്. സാർ പറഞ്ഞോട് ഞാൻ പറയാണ്. അപ്പം ഫസ്റ്റ് നമ്മള് മീറ്റ് ചെയ്തത് പുള്ളിയുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു. എന്റെ സീരിയലിലെ നായകന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇതിൽ കൂടുതൽ പണിയൊന്നും പുള്ളിക്ക് കൊടുക്കാനില്ല. അപ്പം ലൈക്ക് എന്റെ അമ്മയായിട്ട് അഭിനയിച്ചത് ശ്രീലക്ഷ്മി ചേച്ചി ആയിരുന്നു. ചേച്ചി ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഇവരുടെ വീട്ടിലൊന്ന് പോകണമായിരുന്നു.
ഞാൻ മറ്റേ സൈഡിൽ കൂടെ ഒന്ന് എന്താ എന്തെങ്കിലും ചായ വല്ലെങ്കിൽ ചായയും കടിയും കിട്ടിയാലോ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് പോയത്. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ള കാരണം എന്റെ ആ നായകൻ രാഘവേന്ദ്ര ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു അവിടുത്തെ അമ്മയുടെ ഫുഡിന്റെ കാര്യം. ഞാൻ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ കരുതിട്ട് ഞാനൊന്ന് പോയത്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ജാടാ. ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു ഫാമിലിയാണ്, എല്ലാവരും നമ്മുടെ മുഖത്ത് പോലും നോക്കുന്നത്. ഞാനവിടെ സൈഡിൽ എന്നിട്ട് ഫോണിലൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ബാലുവൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് വാ ഇവിടെ വന്നിരുന്നോളൂ. പിന്നെ ഞങ്ങൾ സംസാരിച്ച് ഭയങ്കര കമ്പനിയായി. ഞാൻ ആക്ച്വലി എന്നെ കല്യാണത്തിനൊക്കെ വിളിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ കല്യാണം ആലോചിക്കുന്ന ഒരു ടൈമായിരുന്നു. അല്ലല്ല, ഞാൻ കുട്ടിയായിരുന്നു. എന്നെ വിളിക്കണേ, അത് എന്റെ കല്യാണം സെറ്റ് ആവുമ്പോ എന്നെ എന്തായാലും വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞതാ. ഞാൻ വിളിച്ചു. പാർവതിക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ബാലുവില്? പാട്ടാണോ അതോ ബാലുവിന്റെ സ്വഭാവമാണോ? ഈ എന്താണ് ഒരു ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടല്ലോ. ഫസ്റ്റ് എപ്പോഴും നമ്മൾ ഒരാളുടെ നോട്ട് ചെയ്യുന്നത് അവരുടെ ബിഹേവിയർ തന്നെ ആയിരിക്കും. ആളുകളിലുള്ള പെരുമാറ്റം ആണെങ്കിലും എല്ലാം ഭയങ്കര നമ്മൾ പറയത്തില്ല, ഈ എക്സ്ട്രാ ഡീസെന്റ് പയ്യന്മാര് പറയത്തില്ല, അതുമാതിരിയായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. മാതിരിയായിരുന്നു സ്റ്റിൽ അതെ. 4 വർഷമായി, 5 വർഷമായി. അപ്പൊ ഇത് ആയിരുന്നു എന്ന് പറഞ്ഞ അങ്ങനെ തന്നെ ആയിട്ട് നിൽക്കുകയാണ്, മാറ്റങ്ങളൊന്നുമില്ല, ഇതൊരു മാറ്റമൊന്നുമില്ല. ഓക്കെ. പാർവതി കൃഷ്ണ എന്നാണ് പേരല്ലേ? പാർവതി ആർ കൃഷ്ണ. എന്റെ അമ്മേനെ തട്ടി. എന്റെ ഇനീഷ്യലും ആറാണ്. ഇവളുടെ അമ്മൂമ്മയുടെ പേരും എന്റെ അമ്മൂമ്മയുടെ പേരും ഒന്നാണ്. അപ്പൂപ്പന്റെ പേര് ഒന്നാണ്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തോ ഒരു നിമിത്തമാണ്, പൂർവ്വജന്മത്തിലുണ്ടായ എന്തോ ഒരെണ്ണമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബാലു പൂർവ്വജന്മത്തില് പാറുവിനെ ചതിച്ചിട്ട് ഒളിച്ചോടി കാണും. അപ്പം പാറു ഒരു തീരുമാനം എടുത്തു, അടുത്ത ജന്മത്തിൽ നിന്നെ ഞാൻ പൂട്ടോടാ. അങ്ങനെയാണ് ഈ പേരുകളും എല്ലാം കൂടെ ഒന്നായിട്ട് ഞാൻ പെട്ടെന്നൊരു ഏടെടുത്ത് നോക്കിയതാ. പാർവതി ആർ കൃഷ്ണയുടെ മികവുറ്റ അഭിനയമാണ് മാലിക്കിൽ. എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? ഞാനും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു മൂവി തന്നെയായിരുന്നു. കാരണം ഇപ്പൊ ബാലുവേട്ടനൊക്കെ എപ്പോഴും പറയാറുണ്ട് ഭയങ്കര ചൂസ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെയാണ് ഞാനും. എൻ്റെ ആക്ടിങ്ങിലാണെങ്കിലും ഞാൻ ഭയങ്കര ചൂസ് ചെയ്യാണ്. എനിക്ക് അത്രയും പെർഫോം ചെയ്യാനുള്ള, ഈവൻ എനിക്കത് നായികയാവണമെന്നൊന്നുമില്ല, നല്ല ക്യാരക്ടർ റോൾസ് ആണെങ്കിലും നമ്മളെ അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കുന്ന ഒരു കഥാപാത്രമാണോന്ന് എനിക്ക് വളരെയധികം നിർബന്ധമായിരുന്നു. അപ്പം ഒരു ഡെബ്യൂ ഒക്കെ ചെയ്യുവാണെങ്കിലും അങ്ങനെ ഒരു സാധനം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര. അങ്ങനെയാണ് ആക്ച്വലി എന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് കോൺടാക്ട് ചെയ്തത്. മഹേഷൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, ശാലിനി ചേച്ചിയാണ് കോൺടാക്ട് ചെയ്തത്. അപ്പം ഞാൻ ആക്ച്വലി ആദ്യം പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല, കാരണം ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ചിലപ്പോൾ എനിക്ക് ലീവ് കിട്ടത്തില്ല, അതൊക്കെ പറഞ്ഞു. പക്ഷേ എന്തോ ദൈവഭാഗ്യം, അത് ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു കഥാപാത്രമാണെന്ന് പിന്നെ ദൈവം തന്നെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ വീട്ടില്? ഇല്ല. ആണോ? പാവല്ലേ ഞാൻ? പാവമല്ല, സത്യം പറയും, പാവമല്ല, സൂക്ഷിക്കണം അല്ലേ? അല്ല, പുള്ളിക്കാരി പറഞ്ഞ പോലെ നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും അത് ഞാൻ ചിലപ്പം ആലോചിക്കുന്നതിന് മുമ്പ് ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാണ്. ചിലപ്പോ എന്റെ അടുത്ത് അങ്കിൾ പറയും, അതെ നമ്മുടെ കാര്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഡിലേയും റിവർബും ഒക്കെ നമുക്ക് വേണം. അതെ, ഞാനിങ്ങനെ ആദ്യം ആലോചിക്കും, ഇവിടെ നിന്ന് അങ്ങനെ പോയി ഇങ്ങനെ ചെന്ന് അത് ആലോചിക്കുന്ന സമയത്ത് അടുത്ത കോൾ, അതെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, അപ്പോ എങ്ങനെ വരുന്ന വിളിക്കാനായിട്ട് സ്റ്റോപ്പ് ബ്ലോക്ക് സെറ്റപ്പ് ആണ്. അത് എന്ത് കാര്യം, അതെ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും.